പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഡെറിവേറ്റീവ്സ്, അതായത് ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ, ഡെറിവേറ്റീവ് ഓഫ് എ ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ, ഫങ്ഷനുള്ളൊരു ഫങ്ഷൻ വരിക, ചെയിൻ റൂൾ എന്ന് പറയാം. അപ്പം അങ്ങനെ വന്നാൽ അതിൽ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, y is equal to sin 3x. sin 3x ഡെറിവേറ്റീവ് ആണെങ്കിൽ dy/dx is equal to sin x പോലാണത്. sin x ഡെറിവേറ്റീവ് cos x ആണ്. അപ്പോൾ sin 3x ഡെറിവേറ്റീവ് cos 3x ആദ്യം ചെയ്തു. sin x ഡെറിവേറ്റീവ് cos x, അപ്പോൾ sin 3x ഡെറിവേറ്റീവ് cos 3x ആദ്യം ചെയ്തു. ഇൻറ്റു 3x ഡെറിവേറ്റീവ് കൂടി വേണം, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3x കൂടി വേണം. അന്നേരം cos 3x ഇൻറ്റു 3x ഡെറിവേറ്റീവ് 3 ഇൻറ്റു 1 3 നമുക്കറിയാം. അപ്പോൾ 3 cos 3x. അതാണ് ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ. അപ്പോൾ y is equal to e raised to 5x ആണെങ്കിൽ dy/dx is equal to e raised to x-ൻ്റെ ഡെറിവേറ്റീവ് e raised to x തന്നെ. അപ്പോൾ e raised to 5x-ൻ്റെ ഡെറിവേറ്റീവ് e raised to 5x തന്നെയാണ് ആദ്യം ചെയ്തത്. e raised to x-ൻ്റെ ഡെറിവേറ്റീവ് e raised to x, അപ്പോൾ e raised to 5x-ൻ്റെ ഡെറിവേറ്റീവ് e raised to 5x തന്നെ ഇൻറ്റു 5x. കാരണം എക്സിന് പകരം 5x, എക്സ് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എക്സിന് പകരം വേറെ എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് കൂടി വേണം. അപ്പോൾ e raised to 5x ഇൻറ്റു 5. അതാണ് ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഫങ്ഷനുള്ളൊരു ഫങ്ഷൻ വന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കൂടി ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ് കൂടി വേണം. അത് ക്ലിയർ ഉണ്ട്. അതാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് ഫങ്ഷൻ, ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫങ്ഷനാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻ. ഇംപ്ലിസിറ്റ് എക്സും വൈയോട് ഒന്നിച്ച് ഇങ്ങനെ വരും. ഫോർ എക്സാമ്പിൾ x² + y² = r². നേരത്തെ നമ്മൾ ചെയ്തൊക്കെ ഇങ്ങനത്തെ ഫങ്ഷനായി. y is equal to x², അല്ലെങ്കിൽ y is equal to sin 3x. അപ്പോൾ ഈ സൈഡിൽ എക്സ് മാത്രമേ ഉണ്ടാവും, ഈ സൈഡിൽ. ഇപ്പുറം വൈയും, അല്ലെങ്കിൽ y is equal to എന്ന് പറയാം, അല്ലെങ്കിൽ f(x) is equal to എന്ന് പറയാം, f(x) equal to sin 3x. അപ്പോൾ ഈ സൈഡിൽ എക്സ് മാത്രമേ ഉണ്ടാവും, വേരിയബിൾ എക്സ് മാത്രമേ കാണൂ. അപ്പം വേഗം dy/dx കാണാൻ നമുക്ക് സുഖമാണ്. ഇത് അങ്ങനെയല്ല, ഇത് എക്സും വൈയും കൂടി ഇങ്ങനെ കൂടി കലർന്നായി വന്നിട്ട് x² + y² = r². വേറെ എക്സാമ്പിൾ √x + √y = √r. ഇതൊക്കെ എക്സും വൈയും ഒക്കെ കൂടി കലർന്ന് ഇങ്ങനെ വരികയാണ്. വേറെ ഒന്ന് cos x + y = അപ്പോൾ തന്നെ കണ്ട് എക്സും വൈ ആയിട്ട് കൂടി കലർന്നാണ് cos x + y = y sin x. അങ്ങനെ കൂടി കലർന്ന് വന്നാൽ എങ്ങനെ ഡെറിവേറ്റീവ് കാണും? ഇതാണ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ ഇംപ്ലിസിറ്റ് ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് √x + √y = √a. √x + √y = √a എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ഡിഫറൻഷിയേറ്റ് എന്നോ, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്നോ, അപ്പോൾ അതിന് dy/dx എന്നോ എന്തൊക്കെ ആയിരിക്കും. √x + √y = √a. ഇതാണ് ക്വസ്റ്റ്യൻ. √x + √y = √a. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവറാണ്, ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. √x-ൻ്റെ ഡെറിവേറ്റീവ് എന്തായാലും 1/2 √x. √x-ൻ്റെ ഡെറിവേറ്റീവ് 1/2 √x എന്നാണ് ഓർമ്മിച്ചേക്കേണ്ട ഒരു റിസൾട്ടാണ്. അപ്പോൾ √x-ൻ്റെ ഡെറിവേറ്റീവ് 1/2 √x. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതുകൊണ്ടാണ് √x-ൻ്റെ ഡെറിവേറ്റീവ് 1/2 √x. √y-ൻ്റെ ഡെറിവേറ്റീവ് 1/2 √y പോരാ, ഇൻറ്റു y-ൻ്റെ ഡെറിവേറ്റീവ് കൂടി വേണം. y വന്നാൽ y-ൻ്റെ ഫംഗ്ഷൻ കൂടിക്കറന്ന് വരുമ്പോൾ ആളൊരു y-ൻ്റെ ഡെറിവേറ്റീവ് ഒരു dy/dx കൂടി വേണം, ഇൻറ്റു dy/dx കൂടി വേണം. √x-ൻ്റെ ഡെറിവേറ്റീവ് 1/2 √x. അപ്പോൾ √y-ൻ്റെ ഡെറിവേറ്റീവ് 1/2 √y പോരാ, ഇൻറ്റു dy/dx കൂടി വേണം. y എവിടെയാണ് വരുന്നത് അവിടേക്ക് ഒരു dy/dx കൂടി വേണം. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാകും. √a-ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 √a അല്ല, √a എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് ഒറ്റയ്ക്ക് വന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്.
എക്സും വൈ മാത്രമേ വേരിയബിൾ ഉണ്ടാവും. എക്സും വൈ അല്ലാതെ വരുന്നതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ കോൺസ്റ്റൻ്റ് ഒറ്റയ്ക്ക് വരികയാണ്. ഒറ്റയ്ക്ക് വന്നാൽ ഡെറിവേറ്റീവ് 0 ആണ്. ഒന്നുകൂടിയും റൂട്ട് എക്സിന് ഡെറിവേറ്റീവ് അറിയാം. നമുക്കറിയാം റൂട്ട് എക്സിന് 1/2 റൂട്ട് എക്സ് എന്നാണ്. അതേപോലെ റൂട്ട് വൈന് വന്നാൽ 1/2 റൂട്ട് വൈ. പക്ഷേ വൈ ആയതുകൊണ്ട് അവിടെ ഒരു ഇൻറ്റു ഡിവൈബഡീസും കൂടി വേണം. റൂട്ട് കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0. ഇനി നമുക്ക് വേണമെങ്കിൽ 1/2 റൂട്ട് വൈ -1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എക്സിന് അങ്ങോട്ട് കൊണ്ടുപോയാൽ പ്ലസ് 1/2 റൂട്ട് എക്സിന് അങ്ങോട്ട് കൊണ്ടുപോയാൽ -1/2 റൂട്ട് എക്സ്. 2 വേണം ക്യാൻസൽ ചെയ്യുക ചെയ്യാം. അല്ലെങ്കിൽ dx ഇത് ഇതിനങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനങ്ങോട്ട് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ -1/2 റൂട്ട് എക്സ് ഡിവൈഡ് ബൈ 1/2 റൂട്ട് വൈ അങ്ങനെ ഉണ്ടാവും. ഡിവൈബഡീസുകൾ ഇത് അങ്ങോട്ട് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്ത് അത്രയേ ഉള്ളൂ. ഇതാണ് ഡിവൈബഡീസ്. 2 വേണം നമുക്ക് വട്ടവിടാം. സീകല്ലു -1/√x ബൈ 1/√y എന്നുണ്ടാവും. -1/√x ബൈ 1/√y. അല്ലെങ്കിൽ തിരിഞ്ഞിട്ട് √y മുകളിൽ കയറും. 1/, തരംതിരിച്ച് വിളിക്കുമ്പോൾ √y/1 എന്നുണ്ടാവും. അപ്പോൾ -√y ബൈ √x എന്നും വേണമെങ്കിൽ എഴുതും. -√y ഡിവൈഡ് ബൈ √x എന്നും പറയാം. ഒന്നുകൂടി ക്വസ്റ്റ്യൻ അതാണ്. √x പ്ലസ് √y √a എന്നുള്ളൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണും. √xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/2 റൂട്ട് എക്സ്. അപ്പോൾ √yൻ്റെ ഡെറിവേറ്റീവ് അതേപോലെ നോക്കുമ്പോൾ 1/2 റൂട്ട് വൈ ആണ്. പക്ഷേ വൈ ആയതുകൊണ്ട് ഒരു ഇൻറ്റു ഡിവൈബഡീസും കൂടി. വൈ എവിടെ വരുന്നോ അവിടേക്ക് ഒരു ഇൻറ്റു ഡിവൈബഡീസും കൂടി വിടും. പിന്നെ റൂട്ട് കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0 ആണ്. പിന്നെ 1/2 റൂട്ട് എക്സിന് അങ്ങോട്ട് കൊണ്ടുപോയി -1/2 റൂട്ട് എക്സ് എഴുതി. പിന്നെ ഡിവൈബഡീസുകൾ ഇത് ഡിവൈഡ് ബൈ ഇത്. അങ്ങനെ അത് നമുക്കറിയാലോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണല്ലോ. അത്ര എഴുതിച്ചാൽ മതി. വേണമെങ്കിൽ അന്ന് 2 ഒക്കെ വെട്ടി വേണമെങ്കിൽ വെട്ടിയാൽ മതി. വെട്ടി √y ചെറിയ ക്ലാസ് പഠിക്കുന്നതാണ്. 2 ഭിന്നസംഖ്യ ആയിരിക്കാണ്ട് റേഷൻ നമ്പർ ആയിരിക്കുമ്പോൾ തരംതിരിച്ച് ഗുണിക്കണം. അപ്പോൾ √y മുകളിൽ കയറും. ഒരു മൈനസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൈനസും അവിടെ ഉണ്ടാവും. 1/√y കൊണ്ടായിരിക്കുക വെച്ചാൽ √y/1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ -√y ബൈ √x. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അതിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിവൈബഡീസ് കാണാനുള്ള ഡെറിവേറ്റീവ് കാണാൻ ക്വസ്റ്റ്യൻ. ഇനി ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻ. നേരത്തെ ഇത് എക്സാമ്പിൾ x² + y² r² എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡിഫറൻഷിയേറ്റ് x² + y² r². ഇമ്പോർട്ടൻ്റ് ആണ്. x² + y² r². അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. x² ഡെറിവേറ്റീവ് 2x നമുക്കറിയാം. x² ഡെറിവേറ്റീവ് 2x ആണ് നമുക്കറിയാം. നമ്മൾ റിസൾട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ കുറേ റിസൾട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് ക്ലിയർ ആയി പഠിക്കണേ. x² ഡെറിവേറ്റീവ് 2x. അപ്പോൾ y² ഡെറിവേറ്റീവ് 2y. x² ഡെറിവേറ്റീവ് 2x. y² ഡെറിവേറ്റീവ് 2y. y ആവേണ്ട അവിടെ ഒരു ഇൻറ്റു ഡിവൈബഡീസും കൂടി വേണം. വൈയുടെ ഡെറിവേറ്റീവ് എവിടെയാണ് കാണുന്നത് അവിടെ ഒരു ഇൻറ്റു ഡിവൈബഡീസും കൂടി വേണം. r കോൺസ്റ്റൻ്റ് ആണ്. r² കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണ്. x² ഡെറിവേറ്റീവ് 2x പ്ലസ് y² ഡെറിവേറ്റീവ് 2y. y ആയതുകൊണ്ട് അവിടെ ഒരു ഇൻറ്റു ഡിവൈബഡീസും കൂടി വേണം. ഈക്വൽ ടു r². 2r അല്ല കേട്ടോ. r² കോൺസ്റ്റൻ്റ് ആണ്. എക്സും വൈ അല്ലാതൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഇനി ഈ 2x അങ്ങോട്ട് കൊണ്ട് ഇനി ഒന്നുമില്ല. 2y ഇൻറ്റു dy/dx -2x പ്ലസ് 2x അങ്ങോട്ട് കൊണ്ടുപോയി -2x. ഇത്രയേ ഉള്ളൂ. dy/dx -2x/2y. 2y കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ -x ഡിവൈഡ് ബൈ y. -x ഡിവൈഡ് ബൈ y ഇതുണ്ടാവും. ഒന്നുകൂടിയും x² + y² r². x² ഡെറിവേറ്റീവ് 2x. y² ഡെറിവേറ്റീവ് 2y ഇൻറ്റു dy/dx. y എവിടെയാണ് വരുന്നത് അവിടെ ഒരു ഇൻറ്റു ഡിവൈബഡീസ് കൂടി ഉണ്ടാവും. r² കോൺസ്റ്റൻ്റ് ആണ്. ഡെറിവേറ്റീവ് 0. ഇനി ഈ 2x പ്ലസ് 2x അങ്ങോട്ട് കൊണ്ടുപോകും -2x. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്നത് അർത്ഥം ഉണ്ടാവും. പിന്നെ ഡിവൈബഡീസുകളും ഇതിനതുകൊണ്ടായിരിക്കുക -2x/2y.
ഇത് 2 ഇൻറ്റു വേണമെങ്കിലൊക്കെ വെട്ടിയാൽ മതി, വെട്ടാൻ അറിയെങ്കിൽ വെട്ടുക. -x/y എന്നുണ്ടാവും. ശ്രദ്ധിച്ചാൽ സുഖം ചെയ്യേ. അടുത്ത ദിവസം ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് dy/dx നിങ്ങൾ ഡിഫറൻഷിയേറ്റ് x³ + y³ = 3axy. x³ + y³ = 3axy റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കൂടിക്കലർന്ന് വരികയാണ്. എക്സും വൈ ഒക്കെ കൂടിക്കലർന്നാണ്, ഇംപ്ലിസിറ്റ് ആണ്. അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് എക്സ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് എക്സിൽ എക്സ് അതുകൊണ്ടാണ് എക്സ് ചെയ്യുമ്പോൾ 1 ആയി. ഇവിടെ കൊണ്ട് ഒരു ഇൻറ്റു ഡി എക്സ് എന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. പക്ഷേ വൈയിലെ എക്സ് ചെയ്യുന്നതുകൊണ്ടാണ് വൈയിലെടുത്തൊക്കെ dy/dx വരാൻ കാരണം. x³ ഡെറിവേറ്റീവ് 3x². അറിയാലോ, x³ ഡെറിവേറ്റീവ് 3x². x⁴ 4x³ അതൊക്കെ നമുക്കറിയാം. x⁻n ഡെറിവേറ്റീവ് nx⁻n-1 ആണ്. x⁵ 5x⁴ ആയി. ഇവിടെ മുകളിൽ കുറയും. x³ ഡെറിവേറ്റീവ് 3x⁻² എന്നുണ്ടാവും. x² ഡെറിവേറ്റീവ് ആണെങ്കിൽ 2x⁻1 അല്ലെങ്കിൽ 2x. അതായത് ഇതിന് x⁻n എന്നുള്ള ഈ ഫോമുലയിൽ വരുന്നതാണ്. അപ്പോൾ x⁵ ആണ് 5x⁴. അതേപോലെ ഇവിടെ x³ ഡെറിവേറ്റീവ് അന്നേരം 3x². x³ ഡെറിവേറ്റീവ് 3x² പ്ലസ് അതേപോലെ y³ ഡെറിവേറ്റീവ് എന്താ വരിക? y³ ഡെറിവേറ്റീവ് അന്നേരം 3y² എന്നാണോ? y³ ഡെറിവേറ്റീവ് 3y² പോരാ, അവിടെ ആരും കൂടി വരും, വൈന് ഡെറിവേറ്റീവ് dy/dx കൂടി വരും. ആ സൈഡിൽ ശ്രദ്ധിക്കണേ. 3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. 3യും എയും അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് അങ്ങോട്ട് മാറ്റിച്ച് സൈഡിലേക്ക് മാറ്റിയിട്ട് xy എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റാണ്. എക്സും വൈയും വേരിയബിളാണ്. അപ്പോൾ അവിടെ ഒരു പ്രോഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യണം. xy ഡെറിവേറ്റീവ് നമ്മൾ കാണുന്നത് 3 എന്നുള്ള കോൺസ്റ്റൻ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളൊരു പ്രോഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യാൻ പോകും. ഒന്നാമത്തത് ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തത് ഇൻറ്റു ഒന്നാമത്തെ ഡെറിവേറ്റീവ്. അതാണ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ u × dv/dx പ്ലസ് v × du/dx. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്നാണ്. അതാണ് പ്രോഡക്റ്റ് ഉള്ളത്. ഫസ്റ്റ് ഇയർ പഠിക്കാനാണ് മറന്നുണ്ടാവും. ഫസ്റ്റ് ഇയർ ഉണ്ട് 3a ഇൻറ്റു ഒന്നാമത്തത് ഇൻറ്റു ഇതാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ, ഇതാണ് നോക്കുന്നത്. 3a കോൺസ്റ്റൻ്റ് ആണോ മാറ്റി അതിനൊക്കെ ഇനി നോക്കേ വേണ്ട, ഇവിടേക്ക് ഇനി നോക്കരുത്. ഒന്നാമത്തത് ഇൻറ്റു രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ dy/dx. രണ്ടാമത്തെ y ആണ്, y ഡെറിവേറ്റീവ് dy/dx. ഒന്നാമത്തത് ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തത് ഇൻറ്റു y ഒന്നാമത്തേൻ്റെ ഡെറിവേറ്റീവ് എക്സ് ഡെറിവേറ്റീവ് 1 ആണ്. ഇത്രയേ ഉള്ളൂ. പിന്നൊന്ന് ബ്രാക്കറ്റ് മാറ്റിയാൽ മതി. 3x² പ്ലസ് 3y² dy/dx = 3ax dy/dx പ്ലസ് 3ay എന്നുണ്ടാവും. ഇനി ഒരു ടൈമിനെ അങ്ങോട്ട് കൊണ്ടുവരും, എന്നിട്ട് dy/dx പുറത്തെടുക്കും, 3x² അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 3y² ഇൻറ്റു dy/dx മൈനസ് 3ax ഇൻറ്റു dy/dx = 3ay മൈനസ് 3x². 3ay മൈനസ് 3x² ഉണ്ടാവും. ഒന്നുകൂടെ നോക്കാം. x³ ഡെറിവേറ്റീവ് 3x² പ്ലസ് y³ ഡെറിവേറ്റീവ് 3y² ആദ്യം എഴുതിയിട്ട് ഇൻറ്റു y ആവുകൊണ്ട് അവിടെ ഇൻറ്റു dy/dx കൂടി ഉണ്ടാവും. ഇവിടെ 3 എന്നുള്ള കോൺസ്റ്റൻ്റ് അങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ അവിടെ xy ആണുള്ളത്. xyക്ക് ഡെറിവേറ്റീവ് എക്സും വൈയും വേരിയബിളാണല്ലോ, പ്രോഡക്റ്റുകൾ ഉപയോഗിക്കണം. ഒന്നാമത്തതിന് രണ്ടാമത്തെ ഡെറിവേറ്റീവ് എക്സ് ഇൻറ്റു വൈയിന് ഡെറിവേറ്റീവ് dy/dx. ഒന്നാമത്തേന് രണ്ടാമത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തേന് എന്ന് പറഞ്ഞാൽ y ഇൻറ്റു ഒന്നാമത്തെ ഡെറിവേറ്റീവ്. ഒന്നാമത്തെ എക്സ് ആണ്, എക്സിന് ഡെറിവേറ്റീവ് 1. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഇപ്പോൾ എക്സിന് dy/dx പ്ലസ് y ഇൻറ്റു 1. അത്രയുള്ളൂ. പിന്നെ ഒന്ന് ബ്രാക്കറ്റ് മാറ്റി 3ax dy/dx 3ay എന്ന ബ്രാക്കറ്റ് മാറ്റി. പിന്നെ പ്രശ്നമൊന്നുമില്ല. ബ്രാക്കറ്റ് മാറ്റിയതിന് ശേഷം എന്താക്കി, ഒരു ടേമിന് അങ്ങോട്ട് കൊണ്ടുപോയി ബ്രാക്കറ്റ് മാറ്റിയതിന് ശേഷം dy/dx എന്നുള്ള അതിനൊക്കെ സൈഡിലാക്കി. 3y² dy/dx
-3 ഈ dy/dx ടേം ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ -3ax dy/dx ഈക്വൽ 3ay അവിടുത്തെ 3ay അവിടെ നിർത്തിയിട്ട് ഇവിടെയുള്ള 3x² അങ്ങോട്ട് കൊണ്ടുപോയി -3x². ഒന്നുമില്ല, ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയി മാത്രമേ ഉള്ളൂ, അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് dy/dx പുറത്തെടുക്കാം. dy/dx പുറത്തെടുത്താൽ 3y² - 3ax അവിടെ 3ay - 3x². ഇത്രയേ ഉള്ളൂ. അപ്പോൾ dy/dx ഈക്വൽ 3ay - 3x² ഡിവൈഡ് ബൈ 3y² - 3ax. ഒന്നുമില്ല, dy/dxയിലെ ടേമിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ട് കൊണ്ടുവന്ന് dy/dx ഇല്ലാതെ അങ്ങോട്ട് കൊണ്ടുപോയി എന്നിട്ട് dy/dx പുറത്തെടുക്കുമ്പോൾ dy/dx പുറത്തെടുത്താൽ 3y² - 3x അപ്പുറം 3ay - 3x² തന്നെ. പിന്നെ dy/dx ഈക്വൽ ഒന്നങ്ങ് ഡിവൈഡ് ചെയ്ത് കളഞ്ഞാൽ മതി. dy/dx ഈക്വൽ അത് ബൈ ഈ dy/dxന് കൂടുതലുള്ള 3y² - 3x. വേണമെങ്കിൽ 3 പുറത്തെടുത്ത് കട്ട് ചെയ്യും കേട്ടോ. ഇവിടെ മുകളിൽ നിന്ന് 3 പുറത്തെടുക്കാം. ay - x². അടിയിൽ നിന്ന് 3 പുറത്തെടുത്താൽ y² - ax എന്നുണ്ടാവും അല്ലേ. y² - ax വെട്ട് ചെയ്താൽ ay - x² അങ്ങനെയുള്ളൊരു ആൻസറാണ് വരിക. ay - x² ഡിവൈഡ് ബൈ y². ay - x² ഡിവൈഡ് ബൈ y² - ax. y² - ax ഒന്നുമില്ല. dy/dxയിലെ ടേമൊക്കെ ഒരു സൈഡിൽ കൊണ്ടുവന്നാൽ dy/dx പുറത്തെടുത്തതിന് ശേഷം dy/dx ഈക്വൽ ടു അപ്പുറത്തുള്ള ബൈ ഈ സൈഡിലുള്ള അത്രേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ 3 ഇതിലൊക്കെ കട്ട് ചെയ്താൽ മതി. ഇതാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് sin y = y/x. sin y = y/x. sin y = y/x. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? y = x sin y. y = ഇതാണ് ക്വസ്റ്റ്യൻ. y = x sin y. ഡിഫറൻഷിയേറ്റ് y = x sin y. ഇത് നമ്മൾ sin y = എന്തായാലും sin y = y/x ഉണ്ടാവും. sin y = y/x. sin y = y/x എഴുതിയിട്ട് ക്വസ്റ്റ്യനോട് എടുത്താൽ മതി. ക്വസ്റ്റ്യൻ y = x sin y എന്നാണ്. ഡിഫറൻഷിയേറ്റ് ഡെറിവേറ്റീവ് കാണാനാണ്. ഇവിടെ തന്നെ ഡെറിവേറ്റീവ് എടുക്കാം. dy/dx = ഇവിടെ എങ്ങനെ പ്രോഡക്റ്റോടെ എടുത്താലും മതി. അല്ലെങ്കിൽ sin y = y/x എഴുതാം. എന്നിട്ട് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് x. ഇപ്പോൾ sin x-ൻ്റെ cos x, sin y-ൻ്റെ cos y പോരാ, ഇൻറ്റു dy/dx കൂടി വേണം. cos y ഇൻറ്റു dy/dx. ഇവിടെ പ്രോഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യാം. വലത് റൈറ്റ് ഹാൻഡ് സൈഡിൽ y/x, y-യും വേരിയബിളാണ്, x-ഉം വേരിയബിളാണ്. കോഷ്യൻ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഇൻറ്റു x ഇൻറ്റു ന്യൂമറേറ്റർ മുകളിലത്തേന് ഡെറിവേറ്റീവ്, y-ന് ഡെറിവേറ്റീവ് dy/dx. ഡിനോമിനേറ്റർ ഇൻറ്റു മുകളിലത്തേന് താഴെ വരുന്നത് എന്താണോ ഡിനോമിനേറ്റർ x ഇൻറ്റു മുകളിലത്തേന് ഡെറിവേറ്റീവ് dy/dx. പിന്നെ മുകളിലത്തത് ഇൻറ്റു പിന്നെ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് x-ൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. പിന്നെ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഇങ്ങനെ ഉണ്ടാവും. x-ന് dy/dx മൈനസ് y ബൈ x² ഉണ്ടാവും. ഇതാണ് cos y ഇൻറ്റു dy/dx. cos y ഇൻറ്റു dy/dx ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ x² ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ആദ്യം sin y = y/x, x-ന് അങ്ങോട്ട് കൊണ്ടുവന്ന് y/x എഴുതിയിട്ട് ഡെറിവേറ്റീവ് കണ്ടാണ്.
അടിയിൽ എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ എന്നുണ്ടാവും. എക്സ് സ്ക്വയർ കോസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ അങ്ങനെയാണുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡി വൈ ബൈ ഡി എക്സിലെ ടേമിന് അങ്ങോട്ട് കൊണ്ടുവരണം. ഡി വൈ ബൈ ഡി എക്സിലെ ടേമിന് അങ്ങോട്ട് കൊണ്ടുവന്നാൽ എക്സ് സ്ക്വയർ കോസ് വൈ ഡി വൈ ബൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ മൈനസ് വൈ. ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സിൽ രണ്ട് ടേം ഉണ്ട്. ഇതിന് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ഈ എക്സ് ഡി വൈ ബൈ ഡി എക്സിലും ഡി വൈ ബൈ ഡി എക്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഡി വൈ ബൈ ഡി എക്സിന് അങ്ങോട്ട് കൊണ്ടുവരാം. മൈനസ് എക്സിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ പിന്നെ അവിടെ മൈനസ് വൈ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുക്കുക. ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുത്താൽ എക്സ് സ്ക്വയർ കോസ് വൈ മൈനസ് എക്സ് ഈക്വൽ മൈനസ് വൈ. എക്സ് എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുക്കുക. ഇനി ഒന്നുമില്ല, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ മൈനസ് വൈ ഡിവൈഡ് ബൈ ഇതിൻ്റെ അടിയിൽ കയറി എക്സ് സ്ക്വയർ കോസ് വൈ മൈനസ് 1 മൈനസ് എക്സ് സ്ക്വയർ കോസ് വൈ മൈനസ് എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഡിവൈബിൾ ഡി എക്സിലെ രണ്ട് ടേം ഉണ്ട്. അവിടെ എക്സ് സ്ക്വയർ കോസ് വൈ ഡി വൈ ഡി എക്സ് ഉണ്ട്. ഇവിടെ ഈ എക്സ് ഡി വൈ ബൈ ഡി എക്സിൻ്റെ രണ്ടെണ്ണുണ്ട്. അപ്പോൾ ഏതൊന്നുമില്ല, ഇതിൽ അങ്ങോട്ട് കൊണ്ടുപോകുക, അതിൽ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ ആ എക്സ് ഡി വൈ ബൈ ഡി എക്സിന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുത്താൽ എക്സ് സ്ക്വയർ കോസ് വൈ മൈനസ് എക്സ് എന്നുണ്ടാവും. അപ്പുറത്ത് മൈനസ് വൈ ഉണ്ടാവും. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ അപ്പുറത്തുള്ള മൈനസ് വൈ ഡിവൈഡ് ബൈ ഈ സൈഡിൽ എക്സ് സ്ക്വയർ കോസ് വൈ മൈനസ് എക്സ്. ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഡിഫറൻഷ്യേറ്റ് അല്ലെങ്കിൽ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് കോസ് എക്സ് പ്ലസ് വൈ ഈക്വൽ വൈ സൈൻ എക്സ്. ഇവിടെ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ്. കോസിൻ്റെ മൈനസ് സൈനാണ്. അപ്പോൾ കോസ് എക്സ് പ്ലസ് വൈൻ്റെ മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ആദ്യം ചെയ്തു. പിന്നെ എക്സ് പ്ലസ് വൈന് ഡെറിവേറ്റീവ് കൂടി വേണം. എക്സിന് ഡെറിവേറ്റീവ് 1 ആണ്, വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. അത് ഇപ്പോൾ ഒന്നാമത്തേന് അല്ല അത്രേ ഉള്ളൂ. കോസ് എക്സ് പ്ലസ് വൈൻ്റെ മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ 1ഉം വൈയുടെ ഡി വൈ ബൈ ഡി എക്സും. ഈ സിഗൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രോഡക്റ്റോട് ഉപയോഗിക്കണം. ഒന്നാമത്തതിൻ്റെ സൈഡ് ഡെറിവേറ്റീവ് എന്തായാലും കോസ് എക്സ് പ്ലസ് സൈൻ, രണ്ടാമത്തതിൻ്റെ ഒന്നാമത്തെ ഡെറിവേറ്റീവ് വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. ഒന്നാമത്തെ വൈൻ്റെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് സൈൻ്റെ കോസസ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു വൈൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. ഇതൊന്ന് ബ്രാക്കറ്റ് മാറ്റിയിട്ട് ഇവിടെ ഒന്ന് ബ്രാക്കറ്റ് മാറ്റും. അപ്പോൾ മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ വീണ്ടും മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ വൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേം ഒന്ന് ഇവിടെ ഉണ്ട്, രണ്ടെണ്ണം ഇവിടെ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിലെ ടേമിനെ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. ഡി വൈ ബൈ ഡി എക്സിലെ ടേമിനെ ഒരു സൈഡിൽ കൊണ്ടുവരാം. അപ്പോൾ ഇത് ഇവിടെ നിർത്തുക. ഏത് മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ നടത്തുക. ആ ഡി വൈ ബൈ ഡി എക്സ് ഉള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരും. മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഫിഗർ ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ഇവിടെ വൈ കോസ് എക്സ് ആണ്. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടേം ഉണ്ട്, മൈനസ് സൈൻ എക്സ് പ്ലസ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് സൈൻ എക്സ് പ്ലസ് വൈ എന്നുള്ളത്. അവിടെ കോസ് എക്സ് പോലാണ്, കോസിന് മൈനസ് സൈൻ എക്സ്. അപ്പോൾ കോസ് എക്സ് പ്ലസ് വൈൻ്റെ മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ചെയ്തു ഇൻറ്റു ഈ ബ്രാക്കറ്റിനകത്തുള്ളതിന് ഡെറിവേറ്റീവ് കൂടി വേണമല്ലോ. അതാണ് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ. എക്സിൻ്റെ 1 ആണ്, വൈൻ്റെ ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഈ സൈഡ് കഴിഞ്ഞു. ആ സൈഡ് പ്രോഡക്റ്റോട് ഉപയോഗിക്കണം. വൈ ഇൻറ്റു ഒന്നാമത്തെ ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് അല്ല സൈൻ്റെ ഡെറിവേറ്റീവ് വൈ ഇൻറ്റു ഒന്നാമത്തെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് സൈൻ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ്
വീണ്ടും സൈൻ എക്സിൻ്റെ ഒന്നാമത്തെ ഡെറിവേറ്റീവ് വൈയുടെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മളൊന്ന് ബ്രാക്കറ്റ് മാറ്റി മൈനസ് സൈൻ എക്സ് പ്ലസ് വൈൻ്റെ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ വീണ്ടും മൈനസ് സൈൻ എക്സ് പ്ലസ് വൈൻ്റെ ഡി വൈ ബൈ ഡി എക്സ് അങ്ങനെ ബ്രാക്കറ്റ് മാറ്റി അതങ്ങനെ തന്നെ എഴുതി. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സിലുള്ള സൈൻ എക്സിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെയുള്ള മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ഡി വൈ ബൈ ഡി എക്സിനെ നിർത്തി എന്നിട്ട് ആ ഡി വൈ ബൈ മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൈനസ് സൈൻ എക്സിന് ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വൈ കോസ് എക്സിനെ അവിടെ നിർത്തിയിട്ട് ഇവിടെ മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ അങ്ങോട്ട് കൊണ്ടുപോയി പ്ലസ് സൈൻ എക്സ് പ്ലസ് വൈ ആയി. അങ്ങനെ ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അങ്ങനെ ചെയ്യുന്നത് ഡി വൈ ബൈ ഡി എക്സിലെ ടേമിന് ഒരു സൈഡ് കൊണ്ടുവന്നിട്ട് ഡി വൈ ബൈ ഡി എക്സിനെ പുറത്തെടുക്കണം. ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സിനെ പുറത്തെടുക്കും. ഈ രണ്ടും തരം ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടല്ലോ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുത്താൽ മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് പുറത്താൽ മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു വൈ കോസ് എക്സ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. ഇതാണ് ഡി വൈ ബൈ ഡി പുറത്തെടുക്കുക. ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുത്താൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യുക, ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുത്താൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു അതാണ് ലാസ്റ്റ് ആൻസർ അത് ബൈ ഇത് വൈ കോസ് എക്സ് സൈൻ എക്സ് പ്ലസ് വൈ ഹോൾ ഡിവൈഡ് ബൈ മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിൽ ഒന്നിലധികം ടേമുകൾ ഉണ്ടാവും ഇതിൽ. അങ്ങനെ വരുമ്പോൾ ഡി വൈ ബൈ ഡി എക്സിലെ ടേമിന് ഒരു സൈഡ് കൊണ്ടുവന്ന് ഈ സൈഡ് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുക്കുക. ഡി വൈ ബൈ ഡി എക്സ് കയറുക അപ്പുറമുള്ള എന്താണോ ഡിവൈഡ് ബൈ ഇവിടെ ഈ ഡി വൈ ബൈ ഡി എക്സിന് കൂടെ വരുന്ന എന്താണോ അതിന് അടിച്ചവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വേറെ ക്വസ്റ്റ്യൻ ചെയ്യാമോ? ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് റൂട്ടിനുള്ളിൽ എക്സ് പ്ലസ് പിന്നെ അതിനുള്ളിൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വീണ്ടും അതിനുള്ളിൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് അങ്ങനെ ടു ഇൻഫിനിറ്റി വരെ പോകുന്ന ഒരു ക്വസ്റ്റ്യനാണ്. റൂട്ടിനുള്ളിൽ എക്സ് റൂട്ട് എക്സ് പ്ലസ് ഈ റൂട്ടും എക്സ് അങ്ങ് മായ്ച്ചാൽ പിന്നെ വരുന്നു അങ്ങോട്ട് ഈ പറഞ്ഞ തന്നെ വരും റൂട്ടിനുള്ളിൽ എക്സ് പ്ലസ് പിന്നെ ഈ റൂട്ടിനുള്ളിൽ എക്സ് പ്ലസ് പിന്നെ ഈ റൂട്ടിനുള്ളിൽ എക്സ് അങ്ങനെ പോകും. അപ്പോൾ ഇത് നമ്മൾ വൈന്ന് എടുക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യും വൈന്ന് എടുക്കും. വൈ ഈസിക്കല്ലും നമ്മൾ ചെയ്തത് ക്വസ്റ്റ്യൻ കാണാണ് വൈ ഈസിക്കല്ലും അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വൈ ഈസിക്കല്ലും എക്സ് പ്ലസ് വൈ ഈസിക്കല്ലും റൂട്ടിൻ്റെ ഉള്ളിൽ എക്സ് പ്ലസ് പിന്നെ റൂട്ടിനുള്ളിൽ എക്സ് പ്ലസ് റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ഇങ്ങനെ പോവാണ്. വൈ ഈസിക്കല്ലും റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഈ സംഭവമാണ് ഈ ഒരു റൂട്ട് എക്സ് അങ്ങോട്ട് മാറ്റാൻ പിന്നെ വരുന്നത് ഇത് റൂട്ടിനുള്ളിൽ എക്സ് പ്ലസ് റൂട്ടിനുള്ളിൽ എക്സ് പ്ലസ് റൂട്ടിനുള്ളിൽ എക്സ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് വൈ ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു റൂട്ട് ഓവറിലുള്ള എക്സ് റൂട്ട് ഓഫ് എക്സ് അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഇവിടെ അങ്ങോട്ട് ഈ സംഭവം ഉണ്ടല്ലോ അത് വൈ തന്നെയാണ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ വൈ ഈസിക്കൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ ഉണ്ടാവും. ഇനി നമ്മൾ സ്ക്വയർ ചെയ്യുവാണ് കുറച്ചുകൂടി എളുപ്പമായി. സ്ക്വയർ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ഈസിക്കൽ എക്സ് പ്ലസ് വൈ എന്നുണ്ടാവും. വൈ സ്ക്വയർ ഈസിക്കൽ എക്സ് പ്ലസ് വൈ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഡിഫറൻഷ്യേറ്റിംഗ് വൈ സ്ക്വയറിൻ്റെ 2y ഡി വൈ ബൈ ഡി എക്സ് എക്സിൻ്റെ 1 വൈൻ്റെ ഡി വൈ ബൈ ഡി എക്സ് എക്സിൻ്റെ 1 വൈൻ്റെ ഡി വൈ ബൈ ഡി എക്സ് പിന്നെ വൈ സ്ക്വയർ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടാവും. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇനി സിമ്പിൾ കഴിഞ്ഞു 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ 1 അപ്പുറത്തുള്ള ഡി വൈ ഡി എക്സ് അങ്ങോട്ട് കൊണ്ടുവന്ന് 2y ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ 1 അവിടെ തന്നെ ഉള്ളത്. ഇനി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുക്കുക. ഇപ്പോൾ 2y മൈനസ് 1 ഈക്വൽ 1 ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ 1/2y മൈനസ് 1 1/2y മൈനസ് 1 ഉണ്ടാവും.
1/2y minus 1. 1/2y minus 1. 1/2y minus 1 ഇതാണ് ഫംഗ്ഷൻ. ഇതാണ് പിന്നെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇതുപോലത്തെ 2 ദിവസം കൂടിയാണ്. ഒന്ന് find dv is if y is equal to find dv by dx. If y is equal to റൂട്ടിനുള്ളിൽ x പ്ലസ് റൂട്ടിനുള്ളിൽ x പ്ലസ് റൂട്ടിനുള്ളിൽ x പ്ലസ് എക്സെട്ര ഉണ്ടാവും. ഇപ്പോൾ ഇൻഫിനിറ്റി. അപ്പോൾ y is equal to റൂട്ടിൻ്റെ ഉള്ളിൽ എക്സ് പ്ലസ് ഈ റൂട്ട് എക്സ് ആണ് മാത്രമാണ് എടുത്തില്ല. റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഈ സംഭവം റൂട്ട് എക്സിനുള്ളിൽ റൂട്ട് എക്സ്, അതിനുള്ളിൽ റൂട്ട് എക്സ്, അതിനുള്ളിൽ റൂട്ട് എക്സ് എക്സെട്ര എന്ന് പറഞ്ഞാൽ y ആണ്. y ആണ്. അപ്പോൾ y is equal to റൂട്ട് എക്സ് പ്ലസ് വൈ ഇതുണ്ടാവും. y is equal to റൂട്ട് എക്സ് പ്ലസ് വേണം സ്ക്വയർ ചെയ്താൽ എക്സ് പ്ലസ് വൈ എന്നാവും. സ്ക്വയർ ചെയ്യുമ്പോൾ y സ്ക്വയർ is equal to രണ്ടിലും റൂട്ട് അപ്പം റൂട്ടാണ്ട് റൂട്ട് ചെയ്യുമ്പോൾ റൂട്ടങ്ങ് പോയല്ലോ സ്ക്വയർ ചെയ്യുമ്പോൾ. അപ്പോൾ y സ്ക്വയർ is equal to എക്സ് പ്ലസ് വൈ. ഇനി ഡിഫറൻഷ്യേറ്റിങ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി. 2y മാത്രം പോരെ, y ഉള്ളതുകൊണ്ട് ഇൻറ്റു ഡി വൈ ഡി കൂടി വേണം. എക്സ് പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, വൈൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി. ഇത്രയേ ഉള്ളൂ. 2 സ്ക്വയർ y സ്ക്വയറിൻ്റെ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി സിഗർ എക്സിൻ്റെ 1 വൈൻ്റെ ഡി വൈ ബൈ ഡിസും. ഒന്നുമില്ല, ഡി വൈ ബൈ ഡിസിലോട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഡി വൈ ബൈ ഡി സിഗർ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഡി വൈ ബൈ ഡി സിഗർ 1 ഉണ്ടാകുക. അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുക്കുക. ഡി വൈ ബൈ ഡി എക്സ് പുറത്ത് 2y മൈനസ് 1 ഉണ്ടാവും. ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുത്താൽ 2y മൈനസ് 1 is equal to 1. ഇനി ഡി വൈ ബൈ ഡി എക്സ് is equal to 2y മൈനസ് 1 by dy by dx is equal to 1 by 2y minus 1. 1 by 2y minus 1. ഇങ്ങനെയാണ് നമ്മൾ ഈ റൂട്ടിനുള്ളിൽ എക്സ് പ്ലസ് റൂട്ടിനുള്ളിൽ എക്സ് ഈ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായത്. നമ്മൾ ചെയ്യാൻ വന്നത് y is equal to നല്ല ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് dy by dx. y is equal to x plus 1 by x plus 1 by x plus 1 by x. y is equal to x plus 1 by ആണല്ലേ. അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ വേണ്ട എക്സ് പ്ലസ് 1 by വേറെ പറയണം. എക്സ് 1 by x പ്ലസ് 1 by x 1 by x പ്ലസ് 1 by x പ്ലസ് 1 by x പ്ലസ് എക്സെട്ര ടു ഇൻഫിനിറ്റി. അപ്പോൾ y is equal to x plus 1 by ഈ സംഭവം എക്സ് പ്ലസ് 1 by x പ്ലസ് 1 by x പ്ലസ് 1 ഇങ്ങനെ പോകുന്നത് തന്നെയാണ് y എന്ന് പറയുന്നത്. അപ്പം 1 by അടിയിൽ y ആണ് വരിക. എക്സ് തന്നെ എക്സ് പ്ലസ് 1 തന്നെ y 1 ഡിവൈഡ് ബൈ ഹോൾ ഡിവൈഡ് ബൈ ഒക്കെ തന്നെ. പിന്നെ ഈ സംഭവമാണ് അടിയിൽ വരുന്നത് എക്സ് പ്ലസ് 1 by x പ്ലസ് എക്സ് പ്ലസ് 1 by x പ്ലസ് 1 by x പ്ലസ് 1 by ഇങ്ങനെ പോകുന്നതാണ് y. അപ്പോൾ അവിടെ 1 by y എന്നിട്ട് വെച്ചാൽ ഇനി ഇതൊന്നുമില്ല. ഇനി എന്ത് ചെയ്താൽ മതി, വേണമെങ്കിൽ ഒന്ന് എൽ സി എടുക്കുക. y എൽ സി എടുക്കുക. അപ്പോൾ y is equal to y എൽ സി എടുത്താൽ y x പ്ലസ് 1 ഉണ്ടാവും. y is equal to y x പ്ലസ് 1 അല്ലെങ്കിൽ
ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ക്വയർ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ എക്സ് പ്ലസ് 1. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യും. വൈ സ്ക്വയറിൻ്റെ 2y അവിടെ ഒരു ഡി വൈ ബൈ ഡി ഉണ്ട് നമുക്കറിയാം. വൈ എക്സിൻ്റെ പ്രോഡക്റ്റോടെ എടുക്കണം. ഒന്നാമത്തത് ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തത് ഇൻറ്റു ഒന്നാമത്തെ ഡെറിവേറ്റീവ് പ്ലസ് 1 കോൺസ്റ്റൻറ്റ് ഒറ്റയ്ക്ക് വന്നാൽ 0 ആണ്. ഇവിടെ വൈ ഈസ് ഈക്വൽ എക്സ് പ്ലസ് 1 ബൈ വൈ എന്നുണ്ടാവും. എന്നിട്ട് വൈ എൽ സി എടുത്താൽ എക്സ് വൈ പ്ലസ് 1 എന്നുണ്ടാവും, അല്ലെങ്കിൽ വൈ എക്സ് പ്ലസ് 1 എന്നുണ്ടാവും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ എക്സ് പ്ലസ് 1. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ 2y ഇൻറ്റു ഡി വൈ ബൈ എക്സ് ഈസ് ഈക്വൽ വൈ എക്സ് എന്നാൽ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യണം. ഒന്നാമത്തെ വൈ ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ് 1 പ്ലസ് രണ്ടാമത്തത് ഇൻറ്റു ഒന്നാമത്തെ ഡെറിവേറ്റീവ്, അത്രയേ ഉള്ളൂ. കോൺസ്റ്റൻറ്റ് ഒറ്റയ്ക്ക് വന്നതാണ്. 1 ഡെറിവേറ്റീവ് 0 ആണ്. ഇനി ആ ഡി വൈ ബൈ ഡി എക്സിലെ ടേമിനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരും, അത്രയേ ഉള്ളൂ. അപ്പോൾ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നുണ്ടാവും. എക്സ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ. പിന്നെ ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുത്തൊന്ന് ഡിവൈഡ് ചെയ്താൽ എൻസായി. ഇപ്പോൾ ഒരു ഏകദേശമായിട്ട് കിട്ടിയിട്ടുണ്ടാകും എന്താണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്താണെന്ന്. ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുത്താൽ 2y മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ ബൈ 2y മൈനസ് എക്സ്, y ഡിവൈഡ് ബൈ 2y മൈനസ് എക്സ്. രണ്ട് ദിവസത്തിനോട് ഈ സെക്ഷൻ നമ്മൾ ചെയ്യുന്നത്. നന്നായി ചെയ്ത് പഠിക്കുക. നല്ല ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. ഡെറിവേറ്റീവിൻ്റെ ഫോമുല അറിയണം, അത്രേ ഉള്ളൂ. ഡെറിവേറ്റീവിൻ്റെ ഫോമിന് കുറച്ച് സിംപ്ലിഫിക്കേഷനൊക്കെ ഒന്ന് അറിയണം മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം എന്താണ്? വൈ ഈസ് ഈക്വൽ ടു റൂട്ടിൻ്റെ ഉള്ളിൽ ലോഗ് എക്സ് പ്ലസ് റൂട്ടിൻ്റെ ഉള്ളിൽ ലോഗ് എക്സ് പ്ലസ് റൂട്ടിനുള്ളിൽ ലോഗ് എക്സ് പ്ലസ് എക്സെട്ര ടു ഇൻഫിനിറ്റി. ഇപ്പം വൈ ഈസ് ഇപ്പം മനസ്സിലായിട്ടോ? വൈ ഈസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ തുടങ്ങണം. വൈ ഈസ് ഈക്വൽ റൂട്ടിൻ്റെ ഉള്ളിൽ അല്ലേ? വൈ ഈസ് ഈക്വൽ റൂട്ടിൻ്റെ ഉള്ളിൽ ലോഗ് എക്സ് പ്ലസ് പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ റൂട്ടിൽ ലോഗ് എക്സ് പ്ലസ് റൂട്ട്, അത് തന്നെയാണ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വൈ കൊടുക്കണം. അപ്പോൾ വൈ ഈസ് ഈക്വൽ റൂട്ടിനുള്ളിൽ ലോഗ് എക്സ് പ്ലസ് വൈ എന്നുണ്ടാവും. വേണമെങ്കിൽ നമുക്ക് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് വൈ എന്നുണ്ടാവും സ്ക്വയറിങ്. അത്ര. ഇനി സാധാരണ പോലെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. വൈ സ്ക്വയർ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യേറ്റ് വൈ സ്ക്വയറിൻ്റെ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, ലോഗ് എക്സിൻ്റെ 1 ബൈ എക്സ്, വൈൻ്റെ ഡി വൈ ബൈ ഡി എക്സ്, വൈൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y പോരാ ഇൻറ്റു വൈ ആയതുകൊണ്ട് അവിടെ ഒരു ഡി വൈ ബൈ ഡി എക്സും കൂടി വേണം. ഇനിയൊന്നുമില്ല, ഈ സൈഡിലേക്കും കൂടി കൊണ്ടുപോന്നിട്ട് ഒന്ന് ഒരു ടൈം ആ ഡി വൈ ബൈ ഡി എക്സിനെ ഒരു സൈഡ് കൊണ്ടുവരണമല്ലോ. അപ്പോൾ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ്. 2y ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ്. എന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുക്കുക. ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുക്കുമ്പോൾ 2y മൈനസ് 1 ഈക്വൽ ടു 1 ബൈ എക്സ്. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് ഡിവൈഡ് ബൈ 2y മൈനസ് 1, 1 ബൈ എക്സ് ഹോൾ ഡിവൈഡ് ബൈ 2y മൈനസ് 1 ഉണ്ടാവും. ഇത്ര എഴുതിയാൽ മതി. വേണമെങ്കിൽ 1 ബൈ എഴുതിയിട്ട് എക്സിനെ കൂടെ ഇറക്കിയിട്ട് എക്സ് ഇൻറ്റു 2y മൈനസ് 1, 1 ബൈ എക്സ് ഇൻറ്റു 2y മൈനസ് 1 കൂടി ചെയ്താൽ അങ്ങനെ വേണം, അങ്ങനെ ചെയ്താൽ. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര എഴുതിയാലും മതി. ഒരു ക്വസ്റ്റ്യനോട് നമ്മൾ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ. വൈ സൈൻ വൈ ഈക്വൽ ടു എക്സ് സൈൻ എ പ്ലസ് വൈ. പ്രൂവ് ദാറ്റ് ഡി വൈ ബൈ ഡി ഈക്വൽ ടു സൈൻ സ്ക്വയർ എ പ്ലസ് വൈ ബൈ സൈൻ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് പണ്ട് കാലത്തെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്.
എല്ലാ കൊല്ലവും റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യനാണ് അതോടുകൂടി ഈ സെക്ഷൻ്റെ ആ ക്വസ്റ്റ്യന് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊരു ഓവർക്ക് ചെയ്തുതരാം. എന്താണ് ഇഫ് y ഈസ് ഈക്വൽ ടു y അല്ല സൈൻ y ഈസ് ഈക്വൽ ടു ഇഫ് സൈൻ y ഈസ് ഈക്വൽ ടു ശരി നോക്കണേ സൈൻ y ഈസ് ഈക്വൽ ടു എക്സ് സൈൻ എ പ്ലസ് വൈ പ്രൂവ് ദാറ്റ് dy by dx is equal to sin square a plus y by sin a. ഇതാണ് ക്വസ്റ്റ്യൻ. സൈൻ y is equal to x sin a plus y. Prove that dy by dx is equal to derivative dy by dx is equal to sin square a plus y by sin a എന്ന് പ്രൂവ് ചെയ്യണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നെ എക്സ് സമം ആക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് ഇവിടെ ഇങ്ങനെ എക്സ് സമം എക്സ് is equal to സൈൻ y by സൈൻ എ പ്ലസ് വൈ എന്ന് എഴുതും. ആദ്യം ക്വസ്റ്റ്യൻ സൈൻ y is equal to എക്സ് സൈൻ എ പ്ലസ് വൈ. അല്ലാതെ ഇവിടെ തന്നെ ഡെറിവേറ്റീവ് എടുത്ത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകട്ടോ. സൈൻ വൈൻ്റെ കോസ് വൈ ഡി വൈ ബൈ ഡി അവിടെ പ്രോഡക്റ്റ് എടുത്ത് അങ്ങനെ അങ്ങനെയും പോകട്ടോ. ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ഇതേപോലെ ചെയ്ത് എക്സ് is equal to അറിയാം എക്സസ് നമ്മൾ ഇത് അതിനങ്ങോട്ട് കൊണ്ടുപോകണ്ടല്ലോ സൈൻ y ബൈ സൈൻ എ പ്ലസ് വൈ. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ട് അവിടേക്ക് എത്തിക്കുക. ഇവിടേക്ക് നമ്മൾ എത്തിക്കും. നമ്മൾ ചെയ്യാവുന്ന ഡി എക്സ് ബൈ ഡി വൈ വൈ ആകുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ചെയ്യുന്നവരെ നമ്മൾ എക്സ് തുടങ്ങുന്നതുകൊണ്ട് ഡി എക്സ് ബൈ എക്സ് ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി വൈ ചെയ്യുള്ളൂ. വൈ സമതാണ് ഡി വൈ ബൈ ഡി എക്സ് എന്നാണ് പറയുക. വൈയിനെ എക്സ് ചെയ്യാവുന്നതാണ്, അതിനാണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. ഇത് എക്സ് വൈയിലാണ്. അപ്പോൾ എക്സിനെ വൈ ചെയ്യുമ്പോൾ ഡി എക്സ് ബൈ ഡി വൈ എന്നുണ്ടാവും. ഇവിടെ കോഷ്യൻ്റ് റൂട്ട് എടുക്കണം. കോഷ്യൻ്റ് റൂട്ട് എടുക്കുക പറഞ്ഞാൽ അടിയിലത്തെ എന്താണ് സൈൻ എ പ്ലസ് വൈ അല്ലേ. സൈൻ എ പ്ലസ് വൈ ഇൻറ്റു മുകളിലത്തെ ഡെറിവേറ്റീവ് നമ്മൾ സൈൻ വൈൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സിൻ്റെ കോസ് എക്സ് സൈൻ വൈൻ്റെ കോസ് വൈ പോരാ വൈ ആവേണ്ട അവിടെ ഡി വൈ ബൈ ഡി എക്സും കൂടി വേണം. ഡിനോമിനേറ്റർ ഇൻറ്റു സൈൻ എ പ്ലസ് വൈ ഇൻറ്റു മുകളിലത്തെ ഡെറിവേറ്റീവ് മുകളിലത്തെ സൈൻ വൈ ആണ്. സൈൻ വൈ സൈൻ എക്സിൻ്റെ കോസ് എക്സ് അപ്പോൾ സൈൻ വൈൻ്റെ കോസ് വൈ എന്ന് എഴുതിയാൽ നിർത്തിക്കൂടാ ഇൻറ്റു വൈൻ്റെ ഡെറിവേറ്റീവായ ഡി വൈ ബൈ ഡി എക്സും കൂടി വേണം. മൈനസ് സൈൻ വൈ മുകളിലത്തെ ഇൻറ്റു ഇനി സൈൻ എ പ്ലസ് വൈൻ്റെ ഡെറിവേറ്റീവ് തന്നെയാണ്. സൈൻ എ പ്ലസ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ വരിക സൈൻ എക്സിൻ്റെ കോസ് എക്സ് എന്നാണ്. അപ്പോൾ സൈൻ എ പ്ലസ് വൈൻ്റെ കോസ് എ പ്ലസ് വൈ ആദ്യം ചെയ്താൽ അത് മതിയാവില്ല. എന്തുകൂടി വേണം എ പ്ലസ് വൈൻ്റെ ഡെറിവേറ്റീവ് കൂടി വേണം. എ പ്ലസ് വൈൻ്റെ എയുടെ ഡെറിവേറ്റീവ് 0 ആണ്. വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ ഡിവൈഡ് ബൈ അടിയിലത്തേൻ്റെ സ്ക്വയർ. അപ്പോൾ സൈൻ സ്ക്വയർ എ പ്ലസ് വൈ എഴുതിയാൽ മതി, അല്ലെങ്കിൽ സൈൻ എ പ്ലസ് വൈ ഹോൾ സ്ക്വയർ എഴുതിയാൽ മതി. ഒന്നുകൂടി ഇത് എക്സ് സമമാണ് ഡി എക്സ് ബൈ ഡി വൈ സീകലും ഇനി കോഷ്യൻ്റ് റൂളാണ്. അടിയിലത്തെ അതാണ് സൈൻ എ പ്ലസ് വൈ ഇൻ്റെ മുകളിലത്തെ ഡെറിവേറ്റീവ് മുകളിലത്തെ സൈൻ വൈൻ്റെ ഡെറിവേറ്റീവ് കോസ് വൈ പോരാ കോസ് വൈ ഇൻ്റെ ഡി വൈ ബൈ ഡി കൂടി വേണം. മൈനസ് ഇതിൻ്റെ മുകളിലത്തെ ഇൻ്റെ എന്ന് പറഞ്ഞാൽ സൈൻ വൈ ഇൻറ്റു അടുത്തിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് വിചാരിക്കുക. സൈൻ എക്സ് പോലാണ് സൈൻ എക്സിൻ്റെ കോസ് എക്സ് അപ്പോൾ സൈൻ എ പ്ലസ് വൈന് കോസ് എ പ്ലസ് വൈ 4 ചെയ്താൽ ഇനി ബ്രേക്കിനുള്ളിലെ ഡെറിവേറ്റീവ് കൂടി വേണം. ബ്രേക്കിനുള്ളിലെ ഡെറിവേറ്റീവ് എയുടെ ഡെറിവേറ്റീവ് 0 ആണ് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈൻ എ പ്ലസ് വൈ ഇൻറ്റു കോസ് വൈ അവിടെ ഡി വൈ ബൈ ഡി എക്സ് വേണ്ട അവിടെ. അതെന്തുകൊണ്ടാണ് സോറി ഇത് ഡി എക്സ് ബൈ ഡി വൈയിലാണ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്റ്റ് ഡി എക്സ് ബൈ ഡി വൈ ചെയ്യുമ്പോൾ പിന്നെ ഇൻറ്റു ഡി വൈ ഡി എക്സിൻ്റെ ആവശ്യമില്ല. വൈയിൽ തന്നെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഡി വൈ ഡി എക്സിന് ആവശ്യമില്ല. വൈയിനെ എക്സ് ചെയ്യുമ്പോഴാണ് ഇൻറ്റു ഡി വൈ ഡി എക്സ് വേണ്ടി. അപ്പോൾ അതുകൊണ്ട്
ഒന്നുകൂടി ഞാൻ പറയുന്നത് ഈ സ്റ്റെപ്പ് ഒന്നുകൂടി മായ്ക്കുകയാണ്. അപ്പോൾ ഡി വൈ ബൈ ഡി ഇൻറ്റു ഡി വൈ ഡി വേണ്ടായിരുന്നു. അവിടെ ഞാൻ ഒന്നുകൂടി പറയാം. ഡി വൈ ബൈ ഡി സിക്കലും കോഷ്യൻ്റ് റൂൾ സൈൻ എ പ്ലസ് വൈ ഇൻറ്റു മുകളിലത്തെ ഡെറിവേറ്റീവ് സൈൻ വൈ ഡെറിവേറ്റീവ് കോസ് വൈ മാത്രം മതി. മറ്റേ സാധാരണ സൈൻ വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോസ് വൈ ഇൻറ്റു ഡി വൈ ഡി അങ്ങ് എഴുതി പോകും. പക്ഷേ ഇത് തിരിഞ്ഞിട്ട് എടുക്കുന്നത് ഡി എക്സ് ബൈ ഡി വൈ നമ്മൾ കാണുന്നത് വിത്ത് റെസ്പെക്റ്റ് വൈയിലാണ്. വൈയിനെ വൈ തന്നെ ചെയ്യുമ്പം പിന്നെ ഡി വൈ ബൈ ഡിസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സൈൻ എ പ്ലസ് വൈ ഇൻറ്റു മുകളിലത്തെ സൈൻ വൈ ഡെറിവേറ്റീവ് കോസ് വൈ. സൈൻ എക്സിന് കോസ് എക്സ് പോലെ സൈൻ വൈന് കോസ് വൈ. ഈ ഇത് തിരിഞ്ഞ് വന്നുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എഴുതി പോകും. മൈനസ് മുകളിലത്തത് ഇൻറ്റു സൈൻ വൈ ഇൻറ്റു അടിയിലത്തെ ഡെറിവേറ്റീവ് സൈൻ എക്സ് എ പ്ലസ് വൈൻ്റെ ഡെറിവേറ്റീവ്. സൈനിൻ്റെ കോസാണ്. അപ്പോൾ കോസ് എ പ്ലസ് വൈ നമ്മൾ ആദ്യം ചെയ്തു. പിന്നെ എ പ്ലസ് വൈൻ്റെ ഡെറിവേറ്റീവ് ഏതാണ് കോൺസ്റ്റൻ്റ് ആണ്. വൈയിൻ്റെ ഡെറിവേറ്റീവ് ആണ്. വൈയിനെ വൈയിലാണ് ചെയ്യുന്നത്. വൈയിനെ വൈ ചെയ്യുമ്പോൾ വൺ എക്സിനെ എക്സ് ചെയ്യുന്ന പോലെ. അപ്പോൾ വൈയിനെ വൈ ചെയ്യുവാണ് വിത്ത് റെസ്പെക്റ്റ് വൈ ആണ്. അപ്പം അതുകൊണ്ടാണ് വൈയുടെ ഡെറിവേറ്റീവ് 1 ആയത്. ഡിവൈഡ് ബൈ അടിയിലത്തിൻ്റെ സ്ക്വയർ സൈൻ സ്ക്വയർ എ പ്ലസ് വൈ. റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഈ സ്റ്റെപ്പാണ് ശ്രദ്ധിക്കുക. ഡി വൈ ബൈ ഡി കാണുന്ന ഈ സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. ഡി വൈ ബൈ ഡി കാണുന്ന ഈ സ്റ്റെപ്പാണ് ശ്രദ്ധിക്കുക. അടിയിലത്തിൻ്റെ മുകളിലത്തെ ഡെറിവേറ്റീവ്. ഇവിടെ ഈ ഒരു തിരിഞ്ഞ കേസ് എടുക്കുന്നതുകൊണ്ട് ഡി എക്സ് ബൈ ഡി വൈ പറഞ്ഞ് എടുക്കുന്നത്. അതുകൊണ്ട് വൈൻ്റെ അടുത്ത് ഡി വൈ ബൈ ഡി വേണ്ട. സൈൻ വൈന് കോസ് വൈ എഴുതിയാണ് എടുക്കുക. ഡി വൈ ബൈ ഡി എഴുതി പോകണ്ട. മൈനസ് മുകളിലത്തെ സൈൻ വൈ അടിയിലത്തെ സൈൻ വൈ ഇൻറ്റു പിന്നെ സൈൻ എ പ്ലസ് വൈ ഡെറിവേറ്റീവ് കോസ് എ പ്ലസ് വൈ എഴുതി. പിന്നെ ഇൻറ്റു എ പ്ലസ് വൈ ഡെറിവേറ്റീവ് കൂടി വേണം. എ കോൺസ്റ്റൻ്റ് ആണ് 0. വൈൻ്റെ വൈ ചെയ്യുന്നതുകൊണ്ട് 1. എക്സിന് എക്സ് ചെയ്യുന്ന മാതിരി വിചാരിച്ചിട്ട് വൈയിനെ വൈ ചെയ്യുക. അപ്പോൾ 1. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് സൈൻ എ കോസ് പി അത് ഇൻറ്റു 1 ആണ്. സൈൻ എ പ്ലസ് വൈ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നുള്ളൊരു ഫോമാണ്. മൈനസ് കോസ് എ സൈൻ അത് ഇൻറ്റു 1 ആണ്. അതിൻ്റെ ആവശ്യമില്ല. ബൈ സൈൻ സ്ക്വയർ എ പ്ലസ് വൈ. ഇത് സൈൻ എ കോസ് ടി മൈനസ് കോസ് എ സൈൻ ബി ഫോമാണ്. സൈൻ എ കോസ് ടി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞാൽ സൈൻ എ മൈനസ് ബി എന്നാണ്. സൈൻ എ മൈനസ് ബി ഫോമാണ്. ഇതൊക്കെ ഇപ്പം ചെയ്തത് ഡി എക്സ് ബൈ ഡി വൈ ആണ് ചെയ്ത് വരുന്നത്. കംപ്ലീറ്റ് ഡി എക്സ് ബൈ ഡി വൈ ബൈ ഡി എക്സ് അല്ല, ഡി എക്സ് ബൈ ഡി വൈ ആണ് ചെയ്ത് വരുന്നത്. അവസാനം നമ്മളത് തിരിക്കുക. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കിട്ടും കേട്ടോ. അതിലേക്ക് നമ്മൾ വരുന്നത്. ഇത് സൈൻ എ മൈനസ് ബി എന്നുള്ള ഫോമാണ്. സൈൻ എ മൈനസ് ബി എന്നുള്ള ഫോം. സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി മൈനസ് കോസ് എക്സ്. ഇത് എ ആണ്, ഇത് ബി ആണ്. സൈൻ എ കോസ് ബി മൈനസ് ഇത് എ ആണ്, ഇത് ബി ആണ്. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞാൽ സൈൻ എ മൈനസ് ബി എന്നാണ്. ഇപ്പോൾ ഡി എക്സ് ബൈ ഡി വൈ ഈക്വൽ സൈൻ എ മൈനസ് ബി അല്ലേ. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇത് എ പ്ലസ് വൈ മൈനസ് വൈ എന്നുണ്ടാവും. സൈൻ എ കോസ് ബി മൈനസ് അപ്പോൾ കഴിഞ്ഞ് അടിയിൽ സൈൻ സ്ക്വയർ എ പ്ലസ് വൈ. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി സൈൻ എ മൈനസ് ബി. എ എന്ന് പറഞ്ഞാൽ എ പ്ലസ് വൈയും ബി എന്ന് പറഞ്ഞാൽ വൈ ആണ്. പ്ലസ് സൈൻ എ പ്ലസ് വൈ മൈനസ് വൈ എന്നുണ്ടാവും. അപ്പോൾ അവിടെ തന്നെ വൈയും ക്യാൻസലായി പോകും. ആ സൈൻ്റെ ഉള്ളിൽ എ പ്ലസ് വൈ മൈനസ് വൈ എന്നുള്ളതിൽ വൈയും ക്യാൻസലാകുമല്ലോ. അപ്പോൾ ഡി വൈ ബൈ ഡി സിക്കലും സൈൻ എ എന്ന് മാത്രമല്ല സൈൻ എ ബൈ സൈൻ സ്ക്വയർ എ പ്ലസ് വൈ ഡി വൈ ബൈ ഡി സിക്കലും ഇത് തന്നെയല്ല പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ഡി എക്സ് ബൈ ഡി വൈ ആണ്. ഡി എക്സ് ബൈ ഡി വൈ ആണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് സിക്കൽ എന്താ വരിക? ഒന്ന് തിരിച്ചിടുക. ഡി വൈ ബൈ ഡി എക്സ് എന്നത് തിരിച്ചിടുമ്പോൾ സൈൻ സ്ക്വയർ എ പ്ലസ് വൈ ബൈ സൈൻ എ ചെയ്ത് വരുന്ന ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഡി എക്സ് ബൈ ഡി വൈ ആണ് നമ്മൾ ചെയ്ത് വരുന്നത്. അപ്പോൾ ഡി എക്സ് ബൈ ഡി വൈ സിക്കൽ സൈൻ എ ബൈ സൈൻ സ്ക്വയർ എ പ്ലസ് വൈ നമുക്ക് കിട്ടിയാൽ അത് തിരിച്ചാണ് ഡി വൈ ബൈ ഡി എക്സ് ആയിട്ട്. നമുക്ക് വേണ്ടി ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ ഡി വൈ ബൈ ഡി സിക്കലും തിരിച്ചിടുമ്പോൾ സൈൻ സ്ക്വയർ എ പ്ലസ് വൈ ബൈ സൈൻ എ. ഇനി ഒരു ഓവർക്ക് കൂടിയല്ലോ. ഫൈൻ ഡി വൈ ക്വസ്റ്റ്യൻ അതാണ്. ഫൈൻ ഡി വൈ ബൈ ഡി എക്സ്
if x raised to 1 by 3 if x raised to 2 by 3 plus y raised to 2 by 3 is equal to a raised to 2 by 3 ആണ് ഹോംവർക്ക്. എക്സ് റേസ് ടു 2 by 3 പ്ലസ് വൈ റേസ് ടു 2 by 3 is equal to a raised to 2 by 3. ഇതാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. നല്ല ചെയ്ത് പഠിക്കുക, ഓരോ പ്രോബ്ലവും നല്ലോണം എഴുതി പഠിക്കുക. ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ സെക്ഷനാണ് കഴിഞ്ഞത്. ഓക്കെ.